ഇതാണ് സൽമാൻ ഫാരിസ് റളിയല്ലാഹുവിന്റെ കിണർ എന്നറിയപ്പെടുന്ന ബ്യൂർ ഫുഖീർ എന്നൊക്കെ അറിയപ്പെടുന്ന കിണർ. ഇതിന്റെ തൊട്ട് ചാരത്തായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൽമാൻ ഫാരിസ് റളിയല്ലാഹുവിന്റെ അടിമത്തം മോചിപ്പിക്കാൻ വേണ്ടി 300ഓളം ഈത്തപ്പഴ തൈകൾ സ്വന്തം കൈകൊണ്ട് നട്ട ഈ ഒരു തോട്ടം കാണുന്നത് ഇതിന്റെ തൊട്ട് ചാരത്ത് തന്നെ ഉണ്ട്. ഈ ഒരു കിണറ്റിൽ നിന്ന് വെള്ളം എടുത്തിട്ടായിരുന്നു ഈ ഒരു തോട്ടം നനച്ചിരുന്നത് എന്നാണ് പറയപ്പെടുന്നത്. സൽമാൻ ഫാരിസ് റളിയല്ലാഹുവിന്റെ അടിമത്തം മോചിപ്പിക്കാൻ വേണ്ടി ജൂതൻ പറഞ്ഞൊരു കണ്ടീഷനായിരുന്നു 300ഓളം ഈത്തപ്പഴ തൈകൾ നട്ട് അതിന്റെ വിളവെടുക്കുന്നത് വരെ സൽമാൻ ഫാരിസ് റളിയല്ലാഹുവിനെ മോചിപ്പിക്കില്ല എന്നാണ് പറയപ്പെട്ടിരുന്നത്. അതായത് ഒരു ഈത്തപ്പഴ തൈകൾ നട്ട് കഴിഞ്ഞാൽ അത് വിളവെടുക്കണമെന്നുണ്ടെങ്കിൽ 5-6 വർഷം വരെ വരും. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൈകൊണ്ട് നട്ട തൈകളെല്ലാം 1 വർഷം കൊണ്ട് തന്നെ വിളവെടുത്തു നാട്ടിൽ പറയപ്പെടുന്നത്. അതായത് ഒരു മുഅ്ജിസത്ത് തന്നെ ആയിരുന്നു അത്. അതായത് ഈ ഒരു തോട്ടമാണെന്നാണ് പറയപ്പെടുന്നത്. ഇതെല്ലാം ഇപ്പോൾ വഖഫ് ബോർഡിന്റെ കയ്യിലാണിട്ടില്ല. ഇപ്പം നമുക്ക് ഏത് സമയത്തും വന്ന് കാണാൻ പറ്റിയ ഒരു തോട്ടം തന്നെയാണിട്ടില്ല ഈ ഒരു ഈത്തപ്പഴ തോട്ടം. ഈ ഒരു തൈകളൊന്നും ഇപ്പോൾ അതല്ല, ഏകദേശം ഒരു ഈത്തപ്പഴ തൈകൾക്ക് ഏകദേശം 150 വർഷം മാത്രമേ ഉള്ളൂ ആയുസ്സെന്നാണ് പറയപ്പെടുന്നത്. ഇതെല്ലാം പുതിയ തൈകളാണ്. ഇപ്പോൾ മദീനയിൽ വരുന്നവർക്കെല്ലാം ഇതെല്ലാം വന്ന് കാണാൻ അല്ലാഹു തൗഫീഖ്